ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 91 റിവ്യൂ ആണ്. ബിഗ് ബോസ് ഹൗസിനകത്ത് വലിയ കാര്യമായിട്ടുള്ള ഗെയിമോ സംഗതികളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ പുറത്തെ കളികളാണ് മെയിൻ. കണ്ടസ്റ്റൻസ് ഇതുവരെ കളിച്ച കളികളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ ഫാൻസ് വോട്ട് പിടിക്കുന്ന പരിപാടികളായിരിക്കും ഇനിയിപ്പോൾ ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹൗസിനകത്ത് റീ എൻട്രി പരിപാടിയൊക്കെയാണ്. അവരവരുടെ മുന്നേ എവിക്റ്റായി പോയ കൂട്ടുകാരെയൊക്കെ കണ്ട് പാട്ടൊക്കെ പാടി ആർത്തുല്ലസിച്ച് ഇരിക്കുന്ന കാഴ്ചകളായിരിക്കും ഇനി ദിവസങ്ങളിൽ മെയിനായിട്ട് ഉണ്ടാവുക. ഇന്ന് രാവിലെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, അവരിയ്ക്കുന്ന ആ ഒരു മൂഡ്, അവരിങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം എന്താണ്, ആദ്യഘട്ടങ്ങളിലെ ആ ഒരു ശക്തമായിട്ടുള്ള ഗെയിം എന്ത് അലമ്പായിരുന്നു സീസൺ 6. രതീഷും റോക്കിയും സിജോയും എല്ലാവരും കൂടെ വന്നിട്ട് ബഹളം. ആ സുരേഷേട്ടനൊക്കെ മടുത്തിട്ട് പോയതാണ്, അത്രയധികം അലമ്പായിരുന്നു. അപ്പോൾ ആ ഒരു അലമ്പിന് ശേഷം പിന്നീട് ഗെയിം വരുന്നു, ഗെയിംസ്. ആ ഒരു ഗെയിംസിനിടയ്ക്ക് ആൾക്കാർ ബോധം കെട്ട് വീഴുന്നു, എടുത്തോണ്ട് പോകുന്നു. ജാൻമണി, ജിൻഡു ബഹളത്തോട് ബഹളം, കരച്ചിലും അലമുറയടിയിലും എന്തൊക്കെ അലമ്പായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. എന്ത് സുഖമാണ് ഇപ്പോൾ എന്നുള്ളതാണ് അവരുടെ ആ ഒരു ഇരിപ്പിൽ നിന്ന് മനസ്സിലാവുന്നത്. സാധാരണ സീസണുകളിൽ അവസാന സമയത്ത് ഇത്രയധികം റിലാക്സ്ഡ് ആയിട്ട് കണ്ടസ്റ്റൻസ് ഇരിക്കാറുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മുന്നേയുള്ള സീസണുകൾ കാണാത്ത സമയത്തും അവസാന സമയത്ത് ഭയങ്കരമായിട്ടുള്ള അലമ്പുകൾ പുറത്ത് കാണാറുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള വലിയ അലമ്പുകളൊന്നും അങ്ങോട്ട് ഉണ്ടാക്കാൻ നോക്കിയിട്ടും പല PR ടീമുകളെ കൊണ്ടും പറ്റുന്നില്ല. പിന്നെ ഇതിനകത്ത് ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്ക് കപ്പ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള പിക്ചറില്ല. അതൊരു കണക്കിന് നല്ലതാണ്. ഫിനാലയിലെങ്കിലും നമുക്കൊരു ത്രില്ല് ഉണ്ടായിരിക്കുമല്ലോ. അയ്യോ, അതുമില്ല. മറ്റേ ഫോം വിളിച്ച് നോക്കിയിട്ട് കഥ പറയുന്ന റിവ്യൂവേഴ്സ് ഉള്ളിടത്തോളം കാലം ഇത് കാണുന്ന പ്രേക്ഷകർക്ക് നേരത്തെ തന്നെ കഥയൊക്കെ അറിഞ്ഞിട്ട് ആട്ടം കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് വിട്ടേക്കുക. ഏതായാലും കപ്പ് ആർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിന് പല കാരണങ്ങളുണ്ട്. ജിൻഡോ ആദ്യം മുതൽ തന്നെ സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. എന്തിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ പല ആളുകൾക്കും വ്യക്തതയില്ല. അപ്പോൾ അവരിങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഓക്കെ, ജിൻഡോ ജാസ്മിനെതിരെ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ജാസ്മിനെതിരെ എല്ലാവരും ഗെയിം കളിക്കുന്നു, അപ്പോൾ ജാസ്മിൻ നല്ലൊരു ഗെയിമറാണല്ലോ, പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറേ ആൾക്കാർ ജാസ്മിന് സപ്പോർട്ട് കൊടുക്കുന്നു. അതിനിടയ്ക്ക് ഈ രണ്ടാൾക്കാരുടെയും കണ്ടന്റ് ക്വാളിറ്റി ഇല്ല, ഇവരുടെ എന്ത് ഗെയിമാണ് എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ അർജുനെ സപ്പോർട്ട് ചെയ്യുന്നു. അർജുനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്ലസ് കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലൊരു എൻ്റർടൈനറായിട്ട് കയറി വരുന്നു, കൂടുതൽ ആക്റ്റീവ് ആവുന്നു. അപ്പോൾ അതുകൊണ്ട് അർജുൻ്റെ വോട്ട് അവിടെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള വോട്ടുകൾ കണ്ട് ഹാലിളകിയിട്ട്, അതിപ്പം മറ്റേ അഭിഷേകിൻ്റെ ഫാൻസാണോ ജിൻഡോയുടെ ഫാൻസാണോ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല, അവരെല്ലാം കൂടെ അർജുൻ്റെ പുറകെ ഉണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ ഈ ഫാൻ ഗ്രൂപ്പ് ഭയങ്കര ടോക്സിക് ആണെങ്കിലും അവരുടെ ഗെയിം പ്ലാനുകൾ ഭയങ്കര വീക്കാണ്. ഒറ്റ ദിവസം കൊണ്ട് തകർന്ന് തരിപ്പണമായി പോകും. അപ്പോൾ ഇന്നലെ അർജുൻ കരഞ്ഞ സമയത്ത് ശരിക്കും ചില ആളുകൾക്ക് ജെന്യുവിനായിട്ട് തോന്നിയിട്ടായിരിക്കാം, എന്നാൽ ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ നടന്നത് അർജുൻ ഫേക്കാണ്. സിജോ പോയ സമയത്ത് അർജുൻ കരഞ്ഞ് നാടകം കളിച്ചു. അത് ഇന്ന് സിജോ പുറത്തിറങ്ങിയപ്പോഴത്തേന് ആ ഒരു ഗെയിം പൊളിഞ്ഞു. കാരണം സിജോ പറയുന്നത് അവിടെ തനിക്ക് ഏറ്റവും കൂടുതൽ കണക്ഷനുള്ള ആളുകൾ, എപ്പോഴും പേരെടുത്ത് പറയുന്ന ആളുകൾ അർജുൻ, സായി, നന്ദന, ശരണ്യ എന്നിവരാണ് എന്നുള്ളത്. അപ്പോൾ അവർക്കിടയിൽ ആ ഒരു ബോണ്ടുണ്ട് എന്നുള്ളത് സിജോ സമ്മതിക്കുന്നു. അതേപോലെ അർജുൻ ഇന്നത് വ്യക്തമാക്കുന്നുണ്ട്. എനിക്ക് സിജോ ഉള്ള സമയത്ത് അത്രയധികം തോന്നിയിട്ടില്ല, എന്നാൽ എപ്പോഴെങ്കിലും പോകുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു, അത് മതി. അപ്പോൾ ഈ കരച്ചിൽ നാടകമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊന്നും ഇനി നിൽക്കാൻ സാധ്യതയില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജിൻഡോ അല്ലാത്ത ആര് കരഞ്ഞാൽ അത് നാടകമാണെന്ന് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു ഗെയിം അങ്ങോട്ട് പാളിപ്പോയി. പിന്നീടുള്ളത് കോംബോയ്ക്കെതിരെയുള്ള കളി. കോംബോയ്ക്ക് വോട്ട് കൊടുക്കരുത്. ആ കോംബോയ്ക്ക് വോട്ട് കൊടുക്കാതെ പിന്നെ എന്ത് തേങ്ങയ്ക്ക് വോട്ട് കൊടുക്കും? സീസൺ 6 കോംബോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കോംബോ എങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർ വോട്ട് കൊടുക്കും. വെറുതെ അവിടെ ഇരുന്നിട്ട് ഈ കോംബോ നോക്കിയിട്ട് മാറിയുന്ന കഥ പറയുന്ന സദാരം പറയുന്നതിന് വോട്ട് കൊടുക്കാനായിട്ട് എല്ലാവർക്കും പറ്റുമോ? അപ്പോൾ ഈ പറയുന്ന ഗെയിമൊക്കെ ഇപ്പോൾ നടക്കുന്ന ഒരു ഗെയിമൊന്നും വർക്കാവത്തൊന്നുമില്ല. അതെല്ലാം വളരെ ബോറിംഗ് ആണ്. ഇനി ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ സംഗതികളൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് തീർക്കാം. കഴിഞ്ഞ കാലങ്ങളിലെ ആ ഒരു കഷ്ടതകൾ ഓർത്ത് ഇപ്പോഴത്തെ സന്തോഷത്തിൽ മതിമറന്ന് വെറുതെ ഇരിക്കുകയാണ് കണ്ടസ്റ്റൻസ്. മെഡിക്കൽ റൂമിലേക്കൊക്കെ അർജുൻ ഓരോ ആൾക്കാരെ എടുത്തിട്ട് ഓടുന്ന കാഴ്ചകളൊക്കെ കണ്ടാണ് വൈൽഡ് കാർഡായിട്ട് അഭിഷേക് അകത്തേക്ക് വന്നത്. അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജാൻമണി ഒരു ദിവസം ആക്ട് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അർജുൻ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതിനെ ഇവർ ഓർത്തെടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യമൊക്കെ ഓർത്തെടുക്കുന്ന അതേ സാഹചര്യത്തിലാണ് ജാൻമണി ഇന്ന് അകത്തേക്ക് വരുന്നത്. അഭിഷേക് ഋഷി കോംബോയെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ശ്രീതു അതേപോലെ തന്നെ അർജുൻ ഉദ്ദേശിക്കുന്നത്? ആളുകളെ പറ്റിക്കുകയാണോ? ഇവന്മാർക്ക് വേറെ വല്ല ഗെയിമും കളിച്ചൂടെ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തൂടെ? വെറുതെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഭിഷേക് വന്നപ്പോൾ തൊട്ട് മറ്റേ മണി ബോക്സ് എന്ന് പറഞ്ഞ് കുറേ നടന്നു. പിന്നെ ടിക്കറ്റ് ഫിനാലെ നന്നായിട്ട് കളിച്ചു. പിന്നെ കോംബോയ്ക്കെതിരെ ഡയലോഗ് അടിച്ചു.
വന്ന സമയത്ത് മറ്റേ LGBT എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു, അത് അടിച്ചു മടക്കി പെട്ടി വെക്കേണ്ടി വന്നു. അത് വേറൊന്നും ഇവർ ചെയ്തിട്ടില്ല. ഇവരിങ്ങനെ നോക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുറ്റം പറയാനായിട്ടുള്ള ഒരു സ്പേസ് അൻസിബ അടക്കമുള്ള ആളുകൾക്കിടയിൽ കിട്ടിയത് കൊണ്ട് അഭിഷേക് ഒന്ന് കയറി വന്നു. ഇതൊക്കെ മാറ്റി പിടിക്കുക ഈ ഒരു ഘട്ടത്തിലെങ്കിൽ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു, ഇനിയിപ്പോൾ അവരുടെ കോംബോയെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല, അവർ ഫിനാലെ വരെ എത്തി. പിന്നീട് ഉണ്ടായിരുന്നത് ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് ആണ്. ലിവിംഗ് ഏരിയയിൽ കണ്ടസ്റ്റൻസിന് അഭിനന്ദനങ്ങൾ നൽകുകയാണ്. അവരെല്ലാം ഫിനാലെ വീക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി 6 ദിവസങ്ങൾ മാത്രം. ഫൈനൽ 6 ആണ്. വോട്ടിങ്ങിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ടൊക്കെ ബിഗ് ബോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് പ്രേക്ഷകർക്കും കണ്ടസ്റ്റൻസിനും വേണ്ടതാണ്. വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള മണ്ടതരങ്ങൾ കാണിക്കരുത് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു വാണിംഗ് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഈ സമയത്തെല്ലാം ബ്ലൈൻഡ്സ് ഇട്ടിട്ടിരിക്കുകയായിരുന്നു. എൻട്രി ഉണ്ടല്ലോ, അപ്പോൾ സർപ്രൈസ് എൻട്രിയാണ്. ഇവർ ഈ ഒരു പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴത്തേന് അവിടെ ഒരു അലമാര ഇരിക്കുന്നു. ആ ഒരു അലമാര തുറക്കാനായിട്ട് പല ആളുകൾക്കും ഒരു പേടി, അഭിനയം പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാവർക്കും എന്തോ പേടി. ശ്രീതു പോയി പെട്ടി തുറക്കുന്നു. ഋഷിയാണ് ശ്രീതുവിനെ അങ്ങോട്ട് തള്ളിവിടുന്നത്. പെട്ടി തുറന്ന് ജാൻമണി പുറത്തേക്ക് വരികയാണ്. ഒരു അരമണിക്കൂർ അവിടെ നിന്ന് ശ്വാസം മുട്ടി എന്നുള്ളതാണ് ജാൻമണി പറയുന്നത്. എല്ലാവരും വന്നോ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഒരു ബസ് പിടിച്ചിട്ട് ഇതിനകത്തേക്ക് അങ്ങോട്ട് വരുന്നു. ജാസ്മിനൊക്കെ മുന്നേ ഉള്ള സീസണൊക്കെ കണ്ട് കാണാപ്പാടം പഠിച്ചിട്ട് പോയിരിക്കുന്നല്ലേ, പിന്നെയാണോ എല്ലാവരും വന്നോ എന്നൊക്കെ ചോദിക്കുന്നു. ഓരോ ഘട്ടങ്ങളിലായിട്ട് വരും. ആ ഫാമിലി വീക്ക് വന്ന സമയത്തും ജാസ്മിൻ്റെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഒരുമാതിരി കോമൺ സെൻസ് ഇല്ലാത്ത തരത്തിലേക്കുള്ളതായിരുന്നു. ജാസ്മിനേക്കാളും കൂടുതൽ കാത്തിരിപ്പ് മറ്റേ പുറത്തെ ഗെയിം കളിക്കുന്ന ആൾക്കാർക്കുണ്ട്. ജാസ്മിൻ ഗബ്രി മൊമെന്റ്സ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അവർക്ക് സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത കുറഞ്ഞാൽ ഗബ്രി അവസാനത്തിലേക്ക് വല്ലതുമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ മാനിപ്പുലേഷൻ്റെ സ്കോപ്പ് കുറയും. മാനിപ്പുലേഷൻ്റെ സ്കോപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആകെ മൊത്തത്തിൽ ടെൻഷനാവും. പക്ഷെ കപ്പ് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം മെയിൻ ഗെയിം എന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി ഗെയിമാണ്. നെഗറ്റീവിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയാണോ ജാസ്മിൻ്റെ കളി എന്നുള്ളതും അറിയില്ല. ജാൻമണി കിച്ചണിൽ നിൽക്കുന്ന ജാസ്മിന് സോറിയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുറത്തു പോയിട്ടുള്ള ജാസ്മിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ജാൻമണി ആകെ മൊത്തത്തിൽ പകച്ചു പോയി കാണും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം സോറിയൊക്കെ കൊടുത്തിരിക്കുന്നത്. അതോ ഇനിയിപ്പോൾ ലൈവിൽ എന്തെങ്കിലും വേറെ ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. ജാൻമണി അർജുനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള വീഡിയോസ് ഞാൻ കുറേ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിരുന്നു പല ആളുകളുടെയും. മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എന്തിനു മൈൻഡ് ചെയ്യണം? കാരണം ജാൻമണി കിട്ടിൻ്റെ പണിയാണ് അർജുൻ കൊടുത്തത്. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ആദ്യം വന്നപ്പോൾ മുതൽ തന്നെ ജാൻമണി ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്തത് അർജുനാണ്. അതുള്ള കാര്യമാണ്. ഇപ്പോൾ അഭിഷേക് അതേപോലെ തന്നെ അഭിഷേക് ഒക്കെ വന്ന സമയത്ത് അവർ ജാൻമണിയെ ടാർഗറ്റ് ചെയ്തു. ഈ അഭിഷേക്, ശ്രീകുമാർ ജാൻമണിയെ ടാർഗറ്റ് ചെയ്തു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അത് അവൻ്റെ ആ ഒരു മോശം ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ. ആ ഒരു സമയത്തൊക്കെ അർജുനാണ് അവിടെ അഭിഷേക് കേക്കും അതേപോലെ തന്നെ ജാൻമണിക്കൊക്കെ ഒരു സപ്പോർട്ടായിട്ട് നിന്ന്. ആദ്യഘട്ടത്തിൽ ജാൻമണി ഹൗസിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കണ്ടസ്റ്റൻസിൻ്റെ പൊതുവേ ഉള്ള ഒരു സമീപനം ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോൾ രതീഷിൻ്റെ ആണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരുടെ ആണെങ്കിലും എന്തോ ജാൻമണി വേറെ എന്തോ ഒരു രീതിയിൽ മാറ്റി നിർത്തുന്ന പോലെ ഫീൽ ചെയ്തു. ആ ഒരു സമയത്ത് എനിക്ക് വളരെ ജെന്യുവനായിട്ട് ഒറിജിനലായിട്ട് ബിഹേവ് ചെയ്തത് അർജുനാണെന്ന് തോന്നി. അപ്പോൾ അർജുനാണ് ഏറ്റവും കൂടുതൽ ജാൻമണിയെ ചേർത്ത് നിർത്തിയത്. അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വളരെ നാച്ചുറലായിട്ട് ഫോം ചെയ്ത ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഏതായാലും ജാൻമണി അർജുനെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ പിന്നീട് ജാൻമണി ഒരവസരത്തിൽ നോറയായിട്ട് പരകായ പ്രവേശനം നടത്തിയ അർജുൻ്റെ ആ ഒരു പെർഫോമൻസിനെ കുറിച്ചിട്ട് നല്ല 2 വാക്കുകൾ പറയുന്നുണ്ട്. പിന്നെ ജാൻമണിയുടെ മറ്റേ ഇക്കിളി തമാശകളൊക്കെ ഉണ്ടല്ലോ, പ്രേമമായിട്ട് ബന്ധപ്പെട്ട തമാശകൾ, അത് ഈ അർജുൻ്റെ അടുത്തും ശ്രീധുവിൻ്റെ അടുത്തും ഒക്കെ പറയുന്നുണ്ട്. അത് അവരുടെ ഒരു നേച്ചറാണ്. ഇതിൽ ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് ജാൻമണിക്ക് വോട്ട് ചെയ്തിട്ടാണ് കണ്ടസ്റ്റൻസ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള അറിയത്തില്ലായിരുന്നു. ജാൻമണി വിചാരിച്ചത് എവിക്ഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുമ്പോഴാണ് പുറത്താവുന്നത് എന്നുള്ളത്. വെറുതെ അല്ല അവർക്ക് അത്രയധികം കലിപ്പുണ്ടായിരുന്നത്. അയ്യോ, അവരെ നേരത്തെ പറഞ്ഞു വിട്ടത് നന്നായി. കാരണം അവർ നോക്കുമ്പോഴത്തേന് എന്നെ പുറത്തു വിടാൻ വേണ്ടി 5-6 ആൾക്കാർ പറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ആൾക്കാരുടെ പേര് അത്ര ആൾക്കാർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ എനിക്കെതിരെ കളിച്ചു, എന്നെ ആർക്കും ഇഷ്ടമില്ല. ചിലപ്പോൾ പുള്ളിക്കാരി ആ ഒരു മൈൻഡ് വെച്ചിട്ടായിരിക്കും അവിടെ അത്രയധികം പൊട്ടിത്തെറിച്ചത്. ശരിയല്ലേ? പ്രേക്ഷകരുടെ ഒരു ഓട്ടമുണ്ട് എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. ഇപ്പം അറിയത്തില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ. ഇത്രയധികം ബേസിക് ഐഡിയ ഇല്ലാതാണ് ഒരാൾ ബിഗ് ബോസിലേക്ക് വരുന്നത്. ട്രൈ ചെയ്തിട്ടല്ലേ വരുന്നത്. ശ്രീധുവിനും അർജുനും അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിലേക്കുള്ള ജാൻമണിയുടെ ചില തമാശകളെ കുറിച്ചിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ലൈറ്റ് അണച്ചിട്ട് നേരത്തെ കിടക്കണമെന്ന് മമ്മി പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചിട്ടായിരിക്കും ജാൻമണി ഉദ്ദേശിച്ചത് എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്. മണി ബോക്സ് സായി എടുത്തിട്ട് പോയത് പോലും ജാൻമണി അറിഞ്ഞില്ല. ജാൻമണി ഒന്ന് പെട്ടെന്ന് വന്നപ്പോഴത്തേനും ബോക്സ് പോയി. അപ്പോൾ ജാൻമണി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഋഷിയോടും അഭിഷേകിനോടും ഒക്കെ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഉണ്ടായിരുന്നത് തെറ്റിദ്ധരിക്കൽ ടാസ്ക് കാണണമെന്നും ആഗ്രഹമുണ്ട്. ഇതിനുശേഷം ഒരു ബോക്സ് അവിടെ വരികയാണ്. ആ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത സമയത്ത് അവർക്ക് ലഭിക്കുന്നു ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള യമുന റാണി 3.3.0.
അപ്പോൾ യമുന റാണി കൂടുതൽ അപ്ഡേഷനുകളുമായിട്ടാണ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. എന്നാലും പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. ശരീരഘടനയിൽ തടിയൊക്കെ ഇത്തിരി കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു മാറ്റം ആരോ അവിടെ പറയുന്നത് കേട്ടു. നോറ എവിക്റ്റായ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് സ്നേഹം കാണിച്ചില്ല, നിങ്ങളുടെ മനുഷ്യത്വത്തിന് എന്ത് പറ്റി എന്നൊക്കെയുള്ള ഒരു ചോദ്യം യമുന റാണി ചോദിക്കുന്നുണ്ട്. യമുന റാണിക്ക് അത് കണ്ട സമയത്ത് കരച്ചിൽ വന്നു പോലും. അതേപോലെ ജാൻമണിയുടെ കല്യാണം ഉറപ്പിച്ച കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ യമുന അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു സ്പോൺസേഡ് ടാസ്ക് ആയിരുന്നു. ഇന്ത്യ ഗേറ്റ് ഇന്ന് എല്ലാവർക്കും ഡിന്നർ കൊടുക്കുകയാണ്. അപ്പം ഡിന്നർ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ഗെയിമൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടസ്റ്റൻസിന് ഒരു ബൗളിൽ നിന്നിട്ട് ഒരു പേപ്പർ എടുക്കാം. ആ ഒരു പേപ്പറിൽ ഒരു ചോദ്യമുണ്ട്, അതിന് ഉത്തരം നൽകണം. നിങ്ങൾക്ക് ആദരവ് തോന്നിയ വ്യക്തി ആരാണ്? അഭിഷേക് സുരേഷേനെ പറയുന്നു. ഹൗസിൽ ആരുടേതാണ് ഏറ്റവും നല്ലൊരു ഹാബിറ്റായിട്ട് തോന്നിയിട്ടുള്ളത്? അത് നോറയുടേതാണ് എന്ന് അഭിഷേക് പറയുന്നു. നോറ ഭക്ഷണമൊക്കെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാക്കി കൊടുക്കും, സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. ജാസ്മിന് ആദരവ് തോന്നിയത് സുരേഷ് ഏട്ടൻ. ഏറ്റവും നല്ല ഹാബിറ്റ് ഉള്ള ആൾ ശ്രീതു. ശ്രീതു എല്ലാവരുടെയും വിഷമങ്ങൾ കേൾക്കും. അത് എന്താണെന്ന് ശ്രീതുവിനോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രീതു പിന്നീട് ചോദിച്ച് വിഷമിപ്പിക്കത്തില്ല. ആദരവ് ഋഷിക്ക് തോന്നിയത് സുരേഷ് ഏട്ടനോടാണ്. ഹാബിറ്റ് അത് പിന്നെ അനുസരിച്ചാണല്ലോ. കിച്ചണിൽ എല്ലാം ചെയ്യുന്നു, ആരും സപ്പോർട്ട് ഇല്ലെങ്കിലും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കണ്ടത് ജാൻമണി വന്നപ്പോൾ മുതൽ തന്നെ പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ്. ഋഷിയോട് പറയുകയാണ്, ഇതൊരു ഭയങ്കര സമാധാനമുള്ളൊരു സ്ഥലമാണ്, ഇത് നമുക്ക് കിട്ടിയൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എന്നൊക്കെ. ഏതായാലും ഇവരുടെ ആ ഒരു ഗെയിമൊക്കെ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് തോന്നി എന്ത് സുഖമാണ് ഇതിനകത്തെ പരിപാടി എന്നുള്ളത്. അധികം വലിയ റിസ്ക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയ റിസ്ക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഗബ്ര ഉണ്ടായിരുന്ന സമയത്ത് ഒരുത്തർക്കും മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. റോക്കി ഉണ്ടായിരുന്ന സമയത്ത് ഒരുത്തരെയും വെറുതെ ഇരുത്തിയിട്ടില്ല. രതീഷ് ഉണ്ടായിരുന്ന സമയത്ത് വെറുപ്പിച്ച് പണ്ടാരടക്കിയിട്ടുണ്ട് എല്ലാവരെയും. അപ്പം അവരെയൊക്കെ പറഞ്ഞു വിട്ട് വളരെ സുഖകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് കണ്ടസ്റ്റൻസ് പോകുന്നത്. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടിട്ട് സുഖകരമായിട്ടുള്ള ഒരവസ്ഥയിൽ അവർ പോകുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഗെയിമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. അതെനിക്ക് തോന്നുന്നു അത് അവരുടെ ഗെയിമല്ല, പ്രേക്ഷകരുടെ ഗെയിമാണ്. പിന്നെ റോക്കി പോയത് അടി ഉണ്ടാക്കിയിട്ടാണല്ലോ. ഏതായാലും കൊള്ളാം, പരിപാടികളൊക്കെ മൊത്തത്തിൽ കൊള്ളാം. എല്ലാവർക്കും ഗുണങ്ങളൊക്കെ ഉണ്ടാവട്ടെ. വോട്ട് പിടിക്കുന്നതിനിടയിൽ ചുമ്മാ ഒരുമാതിരി തോന്നിയാസൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി വിളിച്ച് പറഞ്ഞ് വെറുപ്പിക്കാതിരിക്കുക ആളുകളെ. നല്ല മനുഷ്യന്മാരായിട്ട് മാറുക. അപ്പൊക്കെ കിട്ടിക്കുമ്പോൾ അവർ വേറെ വല്ല വഴിക്കും പോവും. കണ്ടസ്റ്റൻസിനൊക്കെ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്. വെറുതെ അവരുടെ പുറകെ നടന്നിട്ട് ഇവിടെ ആൾക്കാരുടെ അടുത്ത് പോയി തെറിയൊക്കെ പറഞ്ഞ് തെറിയൊക്കെ തിരിച്ച് കേട്ട് എന്തിനാണ് വെറുതെ സമയം മെനക്കെടുത്തുന്നത്? ഞങ്ങൾക്ക് എല്ലാവർക്കും റിവ്യൂസിനൊക്കെ പൈസ കിട്ടും. അപ്പം അതിനകത്ത് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് പറയുന്ന എനിക്കും അവിടെ നിന്ന് അപരാധം പറയുന്ന ആൾക്കാർക്കും ഒക്കെ ഒരേ നോട്ടുകൾ തന്നെയാണ് അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് ചുമ്മാ ഈ ആരുടെയെങ്കിലുമൊക്കെ ടൂളായിട്ട് മാറുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഒന്നും കിട്ടാത്തത്. അതുകൊണ്ട് ഇതിനെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ എടുക്കുക. നിങ്ങൾ ഈ പുറകെ നടന്നിട്ട് PR വർക്ക് വെറുതെ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാതിരിക്കുക. എല്ലാ സീസണുകളിലും ഇങ്ങനെ ചെയ്താലേ ഇരിക്കപ്പുറതേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ദിവസം പോയി, ഇന്നത്തെ ഒരു ദിവസം പോയി, മരണത്തിലേക്ക് ഒരു ദിവസം കൂടെ അടുത്തു. എന്നാലോചിച്ച് നോക്കിയാൽ മരണത്തിലേക്ക് ഒരു ദിവസം കൂടെ എടുത്തു. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ വേറെ ആൾക്കാർക്ക് വേണ്ടി കമൻ്റ് ഇട്ട് തെറിയും വിളിച്ച് വെറുപ്പും സമ്പാദിച്ച് നടന്നു. എല്ലാ കാര്യമുണ്ടോ? അല്ല, ഇനിയിപ്പോൾ ഗുണകരമായിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത തവണ പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയിട്ട് അവരോട് പറയുക, ഞങ്ങൾ ഇങ്ങനെയുള്ള വിറ്റുകളൊക്കെ ചെയ്യുന്ന ഒരു ജനവിഭാഗം ആൾക്കാരാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറ നിങ്ങൾ വരുമ്പോൾ തരണം എന്നൊക്കെ പറഞ്ഞ് എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ട് പണിയെടുക്കുക. വെറുതെ എന്തിനാണ് പണിയെടുക്കണത്? ഇതൊക്കെ കൺസിഡർ ചെയ്യുക. നന്ദി.